വാർത്തകൾ തുടരുന്നു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അത്താഴ ശീവേലി മുടങ്ങുന്നതും വൈകുന്നതും പതിവായിരിക്കുന്നു. ഇതിനെതിരെ ഭക്തർ പ്രതിഷേധത്തിലേക്ക്. ഒരു റിപ്പോർട്ട്. തൃപ്രയാർ ക്ഷേത്രത്തിലെ അത്താഴ ശീവേലി പതിവായി മുടങ്ങുന്നതായി പരാതി. പതിവായി ശീവേലി തൊഴാൻ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരെ ദേവസ്വത്തിൻ്റെ ഭരണാധികാരികളിൽ നിന്നുണ്ടാകുന്ന ഉത്തരവാദിത്വമില്ലായ്മ വിഷമിപ്പിക്കുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 2-3 പ്രാവശ്യം ശ്രീവേലി മുടങ്ങുന്നതും ശീവേലിയുടെ സമയക്രമം തെറ്റിക്കുന്നതും ദേവനോടും ഭക്തരോടുമുള്ള അവഹേളനമായി ഭക്തർ കണക്കാക്കുന്നു. ആഴ്ചകൾക്ക് മുമ്പ് ആനയിടഞ്ഞതിനെ തുടർന്ന് ശീവേലി തടസ്സപ്പെട്ടിരുന്നു. 2 ദിവസങ്ങളിലായി ദേവസ്വത്തിലെ 3 ആനകളും വിരണ്ടോടിയിരുന്നു. തൃപ്രയാർ ക്ഷേത്രത്തിൽ ആനപ്പുറത്ത് ശീവേലി നടത്തുന്നത് നിർബന്ധമാണ്. ശീവേലിക്ക് എഴുന്നള്ളിക്കുന്ന ആനയെ പുറത്ത് പൂരമെടുക്കാൻ വിടാറില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം തോന്നിയകാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് എഴുന്നള്ളിച്ച ശീവേലി എടുക്കുന്ന കൊമ്പൻ രാമചന്ദ്രൻ ശീവേലി നടത്താൻ കൂട്ടാക്കാത്തതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ശീവേലി മുടങ്ങിയത്. പൂരം കഴിയാൻ വൈകിയതിനെ തുടർന്ന് ഓടിച്ചാണ് ആനയെ ക്ഷേത്രത്തിലെത്തിച്ചത്. പിന്നീട് തേവരുടെ തിടമ്പ് ശിരസിലേറ്റിയ കൊമ്പൻ നടക്കാൻ വിസമ്മതിച്ച കൊമ്പനെ പാപ്പാന്മാർ പണിപ്പെട്ട് ഒരു വട്ടം ക്ഷേത്രം ചുറ്റിച്ചെങ്കിലും പിന്നീട് തീരെ നടക്കാനാകാതെ ആന കുഴയുകയായിരുന്നു. ശീവേലിയുടെ സമയക്രമം തെറ്റിയതിനെ തുടർന്ന് ദേവന്റെ തിടമ്പ് പിന്നീട് മേൽശാന്തി കൈകളിലെടുത്താണ് 2 പ്രദക്ഷിണം പൂർത്തീകരിച്ചത്. ക്ഷേത്രത്തിലെ ശീവേലിക്ക് മാത്രം ഉപയോഗിക്കാമെന്ന് ഉറപ്പു നൽകിയാൽ ആനയെ നടയിരുത്താൻ വരെ തയ്യാറായി ഭക്തർ നിൽക്കുമ്പോൾ അതെല്ലാം നിരസിച്ച് ദേവസ്വം നടത്തുന്ന കാട്ടിക്കൂട്ടലുകൾ ഭക്തരെ കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പുത്തൻപീടിക തോന്നിയകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവം ആഘോഷിച്ചു. രാവിലെ 6 മണിക്ക് ക്ഷേത്രാചാരങ്ങളോടെ ചടങ്ങുകൾ ആരംഭിച്ചു. വൈകിട്ട് 4 മണിക്ക് കാവടിയുടെ അകമ്പടിയോടെ 3 ഗജവീരന്മാരുടെ എഴുന്നള്ളിപ്പുമുണ്ടായി.
പെട്രോൾ ഡീസൽ വിലവർധനവിൽ പ്രതിഷേധിച്ച് BJP തൃപ്രയാർ നാട്ടിക മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രമുഖ BJP നേതാക്കൾ പ്രകടനത്തിന് നേതൃത്വം നൽകി. ചന്ദ്രാപിന്നി ഈസ്റ്റ് വെളിയത്ത് പപ്പു മാസ്റ്റർ മെമ്മോറിയൽ UP സ്കൂൾ കെട്ടിടം കത്തിനശിച്ചു. വൈദ്യുതീകരണം നടന്നിട്ടുള്ള കെട്ടിടത്തിൽ ശനിയാഴ്ച പുലർച്ചെ 1:30 തീ പടർന്നത്. മതിലകം SI മിഥുന്റെ നേതൃത്വത്തിലുള്ള പോലീസും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കമ്പ്യൂട്ടറും ലാപ്ടോപ്പും സൂക്ഷിച്ചിരിക്കുന്ന മുറിയിൽ ഷോർട്ട് സർക്യൂട്ടിന്റെ ലക്ഷണമുള്ളതായി പറയപ്പെടുന്നു. പെരിഞ്ഞനം കാളമുറിയിൽ നോബിൾ പാലസിൽ വെച്ച് കേരള കർഷക സംഘം ജില്ലാ സമ്മേളന സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു. CPM ജില്ലാ സെക്രട്ടറി AP മൊയ്തീൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സമ്മേളനം നിങ്ങളുടെ ഇവിടെ വെച്ച് നടക്കുമ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെയാണ് ഈ വർഷം അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. 24ാം സംസ്ഥാന സമ്മേളനം വിപുലമായ പരിപാടികളോടെ തൃശ്ശൂർ നടത്തണം എന്നാണ് ആലോചിക്കുന്നത്. ആ സമ്മേളനം വിജയിപ്പിക്കുന്നതിന്റെ സംഘാടക സമിതി യോഗം മാർച്ച് മാസം 7-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം തൃശ്ശൂർ ടൗൺ ഹാളിൽ വെച്ച് ചേരുക. VP ജയരാജൻ കർഷക സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ആ സ്വാഗത സംഘം യോഗത്തിൽ പങ്കെടുക്കുന്നത്. ആ സ്വാഗത സംഘം യോഗം തന്നെ മുഴുവൻ കർഷക സുഹൃത്തുക്കളെയും പങ്കാളിത്തത്തോട് ശ്രദ്ധേയമാക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. യൂണിറ്റ് സെക്രട്ടറി പ്രസിഡന്റുമാർ ഉൾപ്പെടെ കർഷക സംഘത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ മുഴുവൻ ടൗൺ ഹാളിൽ നടക്കുന്ന സ്വാഗത സംഘം യോഗത്തിൽ എത്തിച്ചേരണം എന്നാണ് കർഷക സംഘം വഴി ഞങ്ങൾ അറിയിപ്പ് കൊടുക്കുന്നത്. മറ്റു വർഗ വിഭജന പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് പുറമെ തെരഞ്ഞെടുക്കപ്പെട്ട കർഷക പ്രവർത്തകർക്ക് അവരെ സമ്മേളനം വിജയിപ്പിക്കുന്നതിന്റെ ആദ്യ സന്ദേശം കൂടിയാകണം ആ സ്വാഗത സംഘം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അധ്യക്ഷത വഹിച്ചു. CPM നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ്, കർഷക സംഘം ജില്ലാ സെക്രട്ടറി മുരളി പെരുന്നെല്ലി, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അമ്പാടി വേണു, KV പീതാംബരൻ എന്നിവർ സംസാരിച്ചു. A ജബ്ബാർ, രാജി കൃഷ്ണൻകുട്ടി എന്നിവർ പങ്കെടുത്തു. പുതുതായി കള്ളുഷാപ്പുകൾ തുറക്കാനുള്ള തൊഴിലാളി സമിതികളുടെ തീരുമാനത്തെ എന്ത് വില കൊടുത്തും ചെറുത്തു തോൽപ്പിക്കുമെന്ന് നാട്ടുകാർ. കഴിഞ്ഞ 2.5 വർഷമായി ചേർപ്പ് റേഞ്ചിൽ ഷാപ്പുകൾ തുറക്കാതിരുന്നതിനെ തുടർന്ന് പല ഷാപ്പുകളും നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ 2 മാസം മുമ്പ് ഷാപ്പുകൾ പുനരാരംഭിച്ചതിനെ തുടർന്നാണ് നഷ്ടപ്പെട്ട പഴയ ഷാപ്പുകൾക്ക് പകരം പുതിയ സ്ഥലങ്ങളിൽ ഷാപ്പ് തുറക്കാൻ തൊഴിലാളി സമിതികൾ ശ്രമിക്കുന്നത്. പെരുങ്ങോട്ടുകര കിഴക്കുമുറി വായനശാലയ്ക്ക് സമീപം പുതുതായി കള്ളുഷാപ്പ് ആരംഭിക്കാനുള്ള ശ്രമമാണ് എന്ത് വില കൊടുത്തും തടയുമെന്ന് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാരായ രാജൻ തീയാടി, മഹേഷ്, സലീഷ്, OS ബാലൻ, ആൻഡോ തൊറയൻ, കൊടപ്പുള്ളി പുരുഷോത്തമൻ, കരിപ്പാറ രാമനുണ്ണി, കരിപ്പാറ പുഷ്പാങ്കദൻ തുടങ്ങിയവർ ഷാപ്പ് തുടങ്ങാൻ ശ്രമിച്ചാൽ പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്ന് അറിയിച്ചു. 5-ാം വാർഡിൽ നിന്നും താനി പഞ്ചായത്തിലെ 6-ാം വാർഡിലേക്ക് മാറ്റിയിട്ടുള്ള ഈ കള്ള് ഷാപ്പിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാണ് ഇവിടുത്തെ പൗരസമിതിയുടെ ആവശ്യം. നിലവിലുള്ള സർക്കാർ തീരുമാനങ്ങളെ കാറ്റിൽ പറത്തിയാണ് ഈ ഷാപ്പ് പുതുതായി ഈ വാർഡിൽ ആരംഭിക്കുന്നത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പൗരസമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ സമരമുറകൾ തന്നെ തുടങ്ങുമെന്ന് അറിയിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാങ്ങാട്ടുകര ശ്രീരാമസ്വാമി ക്ഷേത്രഭൂമി സ്വകാര്യ വ്യക്തികൾ കൈയേറി. ചന്ദ്രാപിന്നി വെളിയത്ത് പപ്പു മാസ്റ്റർ മെമ്മോറിയൽ സ്കൂൾ കെട്ടിടം കത്തിനശിച്ചു. കുറുമ്പിലാവ് തിരുവാണിക്കാവ് ദേവീക്ഷേത്രത്തിൽ ഭരണി മഹോത്സവം ആഘോഷിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.